കവിത എന്താണ് എന്ന് ഒരാഴ്ച മുമ്പ് സംസാരിക്കാൻ ഒരു സന്ദർഭം ഉണ്ടായി. കോഴിക്കോട് പി ഭാസ്കരൻ അനുസ്മരണ യോഗത്തിൽ അന്ന് മുഖ്യപ്രഭാഷകൻ ഞാനായിരുന്നു. അപ്പോൾ ഭാസ്കരൻ മാഷായിട്ടുള്ള ബന്ധവും കവിതയെക്കുറിച്ചും അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമൊക്കെ സദസ്സിൽ പറഞ്ഞു. കവിതയാവണമെങ്കിൽ അതിന് ധാരാളം അർത്ഥങ്ങൾ ഉണ്ടാകണം. അത് മാത്രമായില്ല, തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെ ആലോചിച്ചാലും അതിന് അർത്ഥങ്ങൾ ഉണ്ടാകണം. ഇതിന് കവിതയുമില്ല. കവിതയ്ക്ക് വൃത്തം വേണ്ട, അതപ്പോഴത്തെ ഫാഷൻ. ഈ ഭൂമിയിൽ ഏതൊന്നിനും വൃത്തം വേണം, ഒരു താളം വേണം. ആ താളമില്ലാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ആ താളാത്മകമായിട്ടുള്ള വൃത്തത്തിൽ ഒതുക്കുക. വൃത്തം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് വൃത്തി എന്നുണ്ടായത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. അതാണ് ധർമ്മചക്രം, ധർമ്മത്തിൻ്റെ ചക്രമാണ്. അതാണ് കാലചക്രം. ആധാരചക്രങ്ങൾ ഒക്കെ ചക്രമാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ആധാരചക്രങ്ങളൊക്കെ ചക്രമാണ്. അത് ഈ വൃത്തത്തിലൊക്കെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് കവിത എഴുതി പ്രമാണിയാവണം. കവിതയ്ക്ക് വൃത്തം വേണ്ട എന്നാക്കി. അപ്പം എന്താ വെച്ചാൽ കവിത്വം എന്ന വാസന ഇല്ലാത്തവരും കവികൾ ആയി. ശരിക്കും കവിത വൃത്തമില്ലാതെ കവിത എഴുതിയാൽ ശരിയല്ല, അത് ശരിയാവുകയും ഇല്ല. പി ഭാസ്കരൻ്റെ പാട്ടുകൾ, ആ പാട്ടുകളുടെ അർത്ഥം, മലയാളത്തനിമ എന്താണെന്നറിയണമെങ്കിൽ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ട് കേൾക്കണം. കോഴിക്കോട്ടെ സഹൃദയർ പറയുക, പാട്ട് അത്ര ആണെന്നല്ല, നല്ല റെക്കോർഡാ, സ്ഥിരമാണ്. രാധാ തിയേറ്ററിലായിരിക്കും പടം കളിക്കുന്നത്. പാട്ട് അത്ര കഥയൊന്നും വലിയ രസമൊന്നുമില്ല, അവിടെ റെക്കോർഡാണ്. ഓരോന്നും നല്ല പാട്ടുകൾ, കേരളത്തെക്കുറിച്ച്, ഇവിടുത്തെ ചെടികളെക്കുറിച്ച്, ഇവിടുത്തെ പുഷ്പങ്ങളെക്കുറിച്ച് ഒക്കെ. ആ ഭാസ്കരൻ മാസ്റ്റർ ഓരോ കവിതയെപ്പറ്റിയും വിവരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. നാഴിയൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. നാഴിയൂരി പാലുകൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിലാവ്. നാഴിയൂരി പാല് കൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന് പറഞ്ഞാൽ നിലാവാന്ന് ഏത് കുട്ടിക്കും മനസ്സിലാവും. ഇന്ന് നിലാവ് കണ്ട കുട്ടികൾ കുറവാണ്. കൽക്കത്തയിൽ നിന്ന് വന്നൊരു കുട്ടി, ഗ്രാമീണ കുട്ടിയാണ്. തീരെ ചെറിയ കുട്ടിയെ കിട്ടിയാലും ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും. ഇവിടെ വന്നിട്ട് എന്തേ കാര്യം ഉണ്ടായി, എന്തേ കണ്ടേ? നിലാവ് കണ്ടു എന്ന് പറഞ്ഞ കുട്ടി. ശരിയാണ്, കൽക്കത്ത നഗരത്തിലൊക്കെ നിലാവ് കാണൽ ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിക് ലൈറ്റിൻ്റെ സ്ഥലമാണല്ലോ. അപ്പം ആ നാഴിയൂരി പാലുകൊണ്ട് എന്നുള്ളതിന് പകരം നാഴിയൂരി മോരുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ ആവാലോ. നാഴിയൂരി തേനുകൊണ്ട് മാനത്തൊരു പൊന്നോണം എന്ന് പാടാലോ. ഇനി തേന് എന്നുള്ള പകരം മോര് എന്ന് പറയുന്നത് നാഴിയൂരി നെയ്യുകൊണ്ട് പാടാലോ. വേണമെങ്കിൽ വേറൊരു വാക്കിടാലോ. പക്ഷെ ഇത് കവിതയാവാൻ കാരണം കവിതയുടെ സ്രോതസ് എന്ന് പറയുന്നത്
ഒരു അപൗരുഷേയം എന്നോ അഭൗമം എന്നോ പറയാൻ പറ്റാത്ത രീതിയിൽ എവിടുന്നോ വരുന്നതാണ്. എങ്ങനെയാണ് ഈ അർത്ഥങ്ങൾ വരുന്നതെന്ന് എഴുതിയ ആൾക്കറിയില്ല. വയലാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ ആലോചിച്ച്, അപ്പം അദ്ദേഹം ഒരർത്ഥം പറഞ്ഞു. ഇപ്പം ഞാൻ ചിരിക്കുന്ന അർത്ഥം എന്താണ്, അത് ആലോചിച്ചാത്ര എഴുതിയത്. പക്ഷേ അതിൽ ദൈവീകമായിട്ടുള്ളൊരു കയ്യൊപ്പ് അതിൽ വരികയാണ്. എന്താണ് നാഴിയൂരി പാല് കൊണ്ട് നാടായ കല്യാണം എന്നുള്ളത്? ആ പാല് എന്നുള്ളത് മാറ്റാൻ പറ്റാതിരിക്കാൻ കാരണം മനുഷ്യൻ്റെ ബുദ്ധിയെ ഇക്വിലിബ്രിയം അത് കറക്റ്റാക്കണം. കറക്റ്റാക്കാനുള്ള പ്രധാനപ്പെട്ട മരുന്നാണ് പശുവിൽ നിന്നുണ്ടാക്കുന്ന 5 ഘടകങ്ങൾ. ആ പശുവിൽ നിന്ന് ചേർക്കുന്ന 5 ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഇക്വിലിബ്രിയം കറക്റ്റാക്കുന്ന മരുന്ന് ഉണ്ടാക്കുന്നത്. ഈ 5 ഘടകങ്ങളിൽ ഇക്വിലിബ്രിയം തെറ്റുക എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം 5 ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആ 5 ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഭൂമി തത്വമാണ് ചാണകം. ആ മരുന്നുണ്ടാക്കുമ്പോൾ ചാണകം വേണം. ചാണകം ഭൂമി തത്വത്തെ പ്രതിദാനം ചെയ്യും. ജലതത്വം അതാണ് ഗോമൂത്രം. ചാണകത്തിൻ്റെ കൂടെ ഗോമൂത്രം ചേർക്കണം. ഇനി അഗ്നിതത്വം, അതാണ് പശുവിൻ്റെ നിന്ന് കിട്ടുന്ന തൈര്. ഭയങ്കര ചൂടാണ്, അഗ്നിയാണ്. ഫ്രിഡ്ജിൽ വെച്ച തൈര് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടു വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഓ എന്തോ ഒരു തണുപ്പാണ്. അഗ്നിയാണ്. ഇത് അഗ്നിയെ കൂട്ടും. പിന്നെ ചേർക്കുന്ന ഘടകമാണ് നെയ്യ്. വായുതത്വം ആണ്. ആ നെയ്യ് വായുതത്വം വായുവിനെ കൂട്ടും. നെയ്യ് കുറച്ച് പുറം വീട്ടിലൊക്കെ നെയ്യ് കഴിച്ചാലേ ഗ്യാസ് വരും. ഞാൻ നെയ്യ് കഴിക്കാറില്ല, ഈ പേടിച്ചിട്ട്. വല്ലയിലൊക്കെ നെയ്യ് ഉണ്ടെങ്കിൽ വയറിൽ ഗ്യാസ് വരും. ഇപ്പം നെയ്യ് എന്ന് പറയുന്ന കാര്യം ഏത് നെയ്യാന്നുള്ളത് ഞാൻ പറയണില്ല. പശു നെയ്യാണോ എന്നൊക്കെ സംശയമുണ്ട്. വെട്ട് നെയ്യ് എന്നുള്ള നെയ്യ് വ്യാപകമായിട്ട് കിട്ടും. പല ജീവികളെയും കൊന്ന് കുടലുരുക്കിയിട്ടാണ് അതെടുക്കുന്നത്. എന്തായാലും പശുവിൻ്റെ നെയ്യ് വായുതത്വം. ആകാശതത്വം അതാണ് പാല്. ഇതിൻ്റെ ചേരുവ ഉണ്ട്. ചാണകത്തിൻ്റെ 40 ഇരട്ടി പാല് എടുക്കും. 40 ഇരട്ടി. കാരണം ഭൂമിയുടെ 40 ഇരട്ടി ആകാശം എന്നുള്ളൊരു കണക്കാണ്. എവിടെ പാല് എന്ന് പ്രയോഗിക്കുന്നുവോ അവിടെ ആകാശം എന്നാണ് അർത്ഥം. പൂജാവിധിയിലേക്ക് വരുമ്പോൾ എവിടെ പുഷ്പം എന്ന് പറഞ്ഞോ ആകാശം എന്നാണ് അർത്ഥം. അപ്പോൾ പാട്ട് എഴുതുന്ന ഭാസ്കരൻ മാഷ് അങ്ങോട്ട് എഴുതുമ്പോൾ നാഴിയൂരി പാല് കൊണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുമോ? ഇല്ല, ഉണ്ടാകാം. അതാണ് കവിത്വം.
താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലിഴഞ്ഞും ഉറക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എന്താണ് ആ വരിയുടെ ഭംഗി? ഒരു അഭിമുഖത്തിന് ചലച്ചിത്രകാരനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതോ ചാനലുകാർ വന്നപ്പോൾ ഈ വരിക്ക് ഓർമ്മയിൽ വന്നില്ല. ഞാൻ അങ്ങനെ കവിയൊന്നുമല്ലല്ലോ, വേറെന്തൊക്കെയോ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. മനോഹരമായുള്ള ഈ വരി അപ്പോൾ ഓർമ്മയിൽ വന്നില്ല. താനെ തിരിഞ്ഞും മറിഞ്ഞും കാമുകി കാമുകന്മാർ പാടുന്ന, കാമുകി കാമുകന്മാരുടെ ഈ പ്രേമത്തിലേക്ക് അംഗീകരിക്കാമോ? ലിറ്ററേച്ചറിലെ കാമുകി കാമുക എന്ന് പറഞ്ഞാൽ ഉദാത്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അത് ദൈവികമാണ്. അതുകൊണ്ടാണ് ലവ് സ്റ്റോറി സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു. അതേ വ്യക്തി അവരുടെ മകൾ പ്രേമിക്കുമ്പോൾ അനുകൂലിക്കില്ല, അതിലൊരു കുറ്റമില്ല. അവളെ ഉദാത്തമായിട്ടുള്ള സർവലൗകികമായിട്ടുള്ള പ്രേമമാണ്. ഇവരുടെ അതാണ് തീർച്ചയില്ല. 2 കൊല്ലം കഴിയുമ്പോൾ തല്ലിപ്പിരിയും. അപ്പം പ്രണയഗാനങ്ങളിൽ ഈ ചന്ദ്രനെ നോക്കി താനെ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലിഴഞ്ഞും ഉറക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ എന്നത് ഒരു പ്രത്യേക കയ്യൊപ്പാണ് അതിന് വരുന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.